നസീർ സംക്രാന്തി താങ്കളെ ഒരു ക്വിസ് മത്സരത്തിന് സമ്മാനം കൊടുത്തിട്ടുണ്ടോ? ഒരു നമ്മളെ ഒരു ഷോയ്ക്ക് വിളിച്ചതാ. അതെ അതെ. അപ്പൊ അതിന് സമ്മാനം കൊടുക്കാൻ വേണ്ടി എന്നെ വിളിച്ചത്. എന്തായിരുന്നു അത്? പരിപാടി എന്തായിരുന്നു? അവിടെ എന്തോ ആൾക്കാരെ SLC പാസ്സായവരെ എന്താ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ചടങ്ങ്. അപ്പൊ അതിന് സമ്മാനം അത് ചെങ്ങന്നൂർ അപ്പുറത്തൊരു സ്ഥലത്ത്. അപ്പൊ സമ്മാനം ഇങ്ങനെ പരിപാടിക്കൊക്കെ പോകുമ്പോൾ നമ്മള് തുട്ടു വാങ്ങിക്കുമോ? പിന്നെ പൈസ വാങ്ങിക്കും ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ. അത് നമ്മുടെ ബന്ധം നമ്മൾ നേരത്തെ പറയൂ, അതോ എങ്ങനെ അതിന്റെ ഏർപ്പാട് എങ്ങനെയാ? ചിലപ്പോൾ അറിയാത്ത പ്രേക്ഷകർ ഉണ്ടാവുമല്ലോ. ചില സ്ഥലങ്ങളിൽ നിന്ന് വണ്ടിക്കാശ് പോലും കിട്ടാറില്ല. പറഞ്ഞിട്ട് പോയാലും കിട്ടത്തില്ല. പറഞ്ഞിട്ട് വിളിക്കുമ്പോഴേ നമ്മൾ പറയില്ലേ അല്ല ചില റേറ്റ് ഇത്രയാണ്, ഇത്രയാണ്. ഇപ്പൊ പോരാങ്കി എന്റെ വാല്യൂ ഇത്തിരി കൂടിയിട്ടുണ്ട്, ഞാൻ ഈ ഇത് ഐറ്റം വേറെ പരിപാടി. നമ്മൾ ഒരു ഷോ കട്ട് ചെയ്തിട്ടാണ് ഇതിന് പോകുന്നത്. നമ്മൾ ഈ ഷോ ചെല്ലാവുന്ന ഏറ്റ് കഴിഞ്ഞാൽ പിന്നെ വേറെ എന്ത് ഷോ വന്നാലും നമുക്ക് പറ്റൂല. അപ്പൊ അതിന്റെ കാശ് കൂടി ഇതിന് എടുക്കും. അത് നമ്മൾ ഇവിടെ പറയും, ഇവരോട് പറയും. വളരെ മകാമനസ്കത, എല്ലാം മാന്യമായിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാം. അപ്പൊ അവിടെ ചെന്നപ്പോ ഈ മത്സരം നടത്തുന്ന പെൺകുട്ടി, അപ്പൊ ഞാൻ സമ്മാനമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു, ഞങ്ങൾ 1-2 കുസൃതി ചോദ്യങ്ങൾ ചോദിക്കാം. ആരോട്? എന്നോട് ചോദിച്ചു. എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ശ്രമിക്കാം, മറുപടി പറയാനായിട്ട് ശ്രമിച്ചു നോക്കാം. കുസൃതി ചോദ്യങ്ങളാ? കൊച്ചെന്തൊക്കെയോ ചോദിച്ചു, ഏതാണ്ടൊക്കെയോ കുസൃതി ചോദ്യം എന്നോട് ചോദിച്ചു. ഒന്നും മനസ്സിലായില്ല. ഞാൻ അതെല്ലാം കുസൃതിയായിട്ട് കണ്ടു, ഒന്നിനും മറുപടി പറഞ്ഞില്ല. കാര്യം ഒന്നും അറിയില്ല. അല്ല, അത് മനസ്സിലായി. ഞാൻ നിന്നങ്ങ് വീർത്ത് ചെയ്യും അവിടെ. നമ്മൾ നയിച്ചോണ്ടിരിക്കുക. കാര്യം ഗസ്റ്റ് ആയിട്ട് വന്നിട്ട് ഒരു ചോദ്യത്തിന് മറുപടി പറയുന്നില്ലാത്തവൻ നാട്ടുകാർ പറയും. അപ്പൊ ചോദ്യം പറഞ്ഞിട്ട് മഹാ ചോദ്യങ്ങളെ ഓരോ കുസൃതി ചോദ്യം. പക്ഷെ ഞാൻ അവിടെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുക, പക്ഷേ ചമ്മി നാറിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ ചെയ്യുന്നതിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെടണമല്ലോ. രക്ഷപ്പെടാൻ വേണ്ടിട്ട് ഞാൻ ഈ കൊച്ചിനോട് ചോദിച്ചു. ഞാൻ അങ്ങോട്ട് തിരിച്ചു വെച്ചു. എന്താ ചോദിച്ചേ? ഞാൻ 3-4 ചോദ്യം അങ്ങോട്ട് ചോദിക്കാം, അതിന് ഉത്തരം ഇങ്ങോട്ട് പറയണം. പറയുകയാണെങ്കിൽ ഒരു ചോദ്യത്തിന് 1000 രൂപ വെച്ച് ഞാൻ അങ്ങോട്ട് തരുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ ഒരു ചോദ്യത്തിന് 1000 രൂപ നോട്ടാണോ? ഒറിജിനൽ നോട്ട്, ഒറിജിനൽ ഇന്ത്യൻ മണി അങ്ങോട്ട് കൊടുക്കാന്ന് ഞാൻ പറഞ്ഞപ്പോ കുട്ടി പറഞ്ഞു, സാറ് ചോദിക്കാൻ പറഞ്ഞു. ഞാൻ ഷൈൻ ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ ഉദ്ദേശം എന്റെ മനസ്സിലുണ്ടല്ലോ. കാര്യം ഈ ഫസ്റ്റ് ചോദ്യം എടുത്തിട്ടു. അപ്പൊ ഈ കുട്ടി അങ്ങനെ പരതുക പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ഓഡിയൻസിൽ ഓർമ്മയുണ്ടോ? ചോദ്യം ഓർമ്മയില്ല, അത് അന്നാ വായി തോന്നി എന്തൊരു ചോദ്യം പറയാൻ പറ്റാത്ത ചോദ്യോ. അപ്പൊ ഓഡിയൻസ് ഇരിക്കുന്നവരോട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമെങ്കിൽ പറയാം, നിങ്ങൾക്കും 1000 രൂപ കിട്ടുന്നതാണ്, ആർക്ക് വേണമെങ്കിലും പറയാന്ന് പറഞ്ഞപ്പോ ഒരാളാണ് അവിടെ നിന്ന് നീറ്റ് പറഞ്ഞു, എനിക്കറിയാമെന്ന് പറഞ്ഞു. അയാൾ കറക്റ്റ് ആൻസർ പറഞ്ഞു. 1000 രൂപ പോയി. ഞാൻ കമന്റുകാരെ 1000 രൂപ കൊടുത്ത് പുള്ളി കൊടുത്തേക്കാൻ പറഞ്ഞു. 1000 രൂപ കൊണ്ട കൊടുത്തു. രണ്ടാമത്തെ ചോദ്യം എടുത്തിട്ടു. ഈ പെണ്ണോട് ചോദിച്ചു, പറഞ്ഞില്ല. അപ്പൊ ഓഡിയൻസിനോട് ചോദിച്ചു, നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് പറയാന്ന് പറഞ്ഞു. വീണ്ടും അവിടുന്ന് ഒരാൾ പറഞ്ഞു, എനിക്കറിയാന്ന് പറഞ്ഞു. ഈ നസീറിന്റെ അപ്പോഴത്തെ ഭാവം ഒന്ന് ആലോചിക്കുക. അല്ല, ഈ പെൺകുട്ടിയാണെങ്കില് ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിക്കാം, അഥവാ നിനക്കിത് പറയാൻ കഴിഞ്ഞെങ്കിൽ ഓഡിയൻസിനോട് ഞാൻ ചോദിക്കും. അവര് പറഞ്ഞാലും നിനക്ക് തരാനുള്ള 1000 രൂപ ഞാൻ അങ്ങോട്ട് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു. പെണ്ണിന് അറിയില്ല, അതും അറിയില്ല. ഓഡിയൻസിൽ നിന്ന് പെണ്ണും ചെയ്യുവോ? കാര്യം ഞാൻ ചീക്കാൻ വേണ്ടിയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് പിന്നെയും പറഞ്ഞു, എനിക്കറിയാന്ന് പറഞ്ഞു. അയാൾ കറക്റ്റ് ഞാൻ കമ്മിറ്റിക്കാരെ ഒറിജിനൽ ഇന്ത്യൻ 1000 രൂപ അവിടെ കൊണ്ട് കൊടുത്തു. അപ്പൊ ഈ 1000 രൂപ കൊടുക്കും തോറും നെഞ്ചിടിച്ചോണ്ടിരിക്കുക. ഇവിടെ നിന്ന് കിട്ടിയ ശകലം പൈസയേ ഉള്ളൂ. ആ പൈസ മൊത്തം പോകില്ലെന്നുള്ള ടെൻഷൻ എന്റെ മനസ്സിലുണ്ട്. പിന്നെ മൂന്നാമത്തെ ചോദ്യം എടുത്തിട്ടു. മൂന്നാമത്തെ ചോദ്യം ഈ പെണ്ണിനറിയില്ല. അവൻ അവിടെ നിന്ന് കൈപൊക്കി. അവനെ ആര് പാർട്ടി നമ്മളെ തകർക്കാൻ വന്നു? ഞാൻ കമ്മിറ്റിക്കാരെ വിളിച്ചു പറഞ്ഞു, അവനെ വിളിച്ച് പുറത്താക്കിയ നിങ്ങൾ ഇതിന്റെ അകത്ത്. അവൻ എന്റെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറാ, അവനെ വിളിച്ച് പുറത്താക്കാൻ പറഞ്ഞു. അവൻ അവിടെ ഇരുന്ന് എല്ലാത്തിനും കൈപൊക്കിട്ട് 1000 വാങ്ങിച്ചു. ഞാൻ വണ്ടിക്കകത്ത് സംസാരിക്കുന്നല്ലേ, അവനിതെല്ലാം അറിയാം. എന്റെ സ്ഥിരമായിട്ട് അവിടെ ചെന്നാൽ ഇതേ എനിക്ക് ചോദിക്കാനുള്ളൂ. അത് അവനറിയാം, അവനത് മുതലാക്കുകയായിരുന്നു. അത് നസീർ അറിയേണ്ട ഒരു കാര്യം തരുമോ? ശമ്പളം കൃത്യമായിട്ട് കൊടുത്തില്ലെങ്കിൽ ഈ ഡ്രൈവർ ഇതും ചെയ്യേണ്ട അപ്പുറം അല്ലേ? ഈ കഥ എന്നോട് പറഞ്ഞിട്ടുള്ള ഞാനും പറഞ്ഞു എങ്ങനെ ശമ്പളം കൃത്യമായിട്ട് ഒരു മര്യാദയ്ക്ക് വണ്ടിക്കകത്തിരിക്കേണ്ടി വരും. ഓഡിയൻസിനിടെ ചോദ്യം ഉത്തരം പറയേണ്ടവൻ. അങ്ങനെ എവിടെ കേട്ടിട്ടുണ്ടോ? ആദ്യം അയാൾ ഇവന്റെ ഡ്രൈവർ ആയിരുന്നു, അവിടെ നിന്നാണ് എന്നിലേക്ക് ആയത്. അതെനിക്കത് ജാബർ വിട്ടതല്ലേ? അല്ല, ഞാനിങ്ങനെ ഇത് വന്നു, ഞാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ അവന് സ്ഥിരം അവരിങ്ങനെ പറഞ്ഞു അവരിപ്പോ പറഞ്ഞു നടക്കാം. കിട്ടണവര് സാറ് വിളിച്ചാൽ സാറിനോട്. ഇവനിപ്പോ ചോദ്യം ചോദിക്കുന്നവരുടെ കൂടി വർക്ക് ചെയ്യാൻ പോകത്തുള്ളൂ, വണ്ടി ഓടിക്കാൻ പോകത്തുള്ളൂ. കാര്യം ശമ്പളം കിട്ടിയില്ലെങ്കിൽ ഇതിലുണ്ടാക്കാമല്ലോ കാശ്. അതാണ് അവന്റെ ഉദ്ദേശം. മാത്രമല്ല, അമ്മൻ അവിടെ നിന്ന് മറുപടി പറയുമ്പോഴേ
സംക്രാന്തിക്ക് പറയാൻ പറ്റും എന്റെ ഡ്രൈവർ അത് അതെ, അതെ. ഡ്രൈവർമാരൊന്നും ഇതിൽ പങ്കെടുക്കാൻ പാടില്ലെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അല്ലേ? നമ്മളവിടെ ഒന്ന് ചീക്കാൻ വേണ്ടി ചെയ്താണല്ലോ. അവൻ അങ്ങനെ ഇഷ്ടംപോലെ കാശുണ്ടാക്കി. അന്ന് കിട്ടിയ പൈസ എല്ലാം അങ്ങനെ സാറേ, പോയി. ഇതിന്റെ ഇടയിലെങ്ങാനും അവൻ വന്നിട്ടുണ്ടോന്നൊരു സംശയം. ഇല്ല, എനിക്ക് മുഖം ഓർമ്മയുണ്ട്. ഇവിടെ ഇല്ല ബോസ് കുട്ടേട്ടൻ എന്തോ പറയാൻ വന്നു. കുട്ടേട്ടൻ ഓർമ്മയുണ്ടല്ലോ. നമ്മുടെ അളിയൻ. ആ നസീർ സംക്രാന്തി ആ നമസ്കാരം. നമസ്കാരം. ജാഫർ ഇടുക്കി താങ്കൾക്കും നമസ്കാരം. Yes, yes. മിസ്റ്റർ ജാഫർ ഇടുക്കി, Yes. താങ്കളെ കുറിച്ച് ഒരു കാര്യം കുട്ടേട്ടന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് അതെന്തോന്ന് കണ്ടെത്തി. തേങ്ങയാ? എന്തായിരുന്നു? താങ്കളെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ താങ്കളുടെ പേര് ജാഫർ എന്നല്ല ജബ്ബാർ എന്നാണെന്ന് മനസ്സിലാക്കുന്നു. ജബ്ബാറാണോ? അയ്യോ ജബ്ബാറേ, ജബ്ബാർ ഇടുക്കി. എന്നാലും കുഴപ്പമില്ലായിരുന്നു അല്ലേ? എന്റെ അതെ, ആ. അത് പിന്നെ വലിയ കഥയാണ്. കൊച്ചായിട്ട് പറയൂ. എന്നാന്ന് കൊച്ചായിട്ട് പറ. ആ നീട്ടാൻ പറ്റില്ല. കാര്യം നമുക്ക് രാവിലെ പോകണ്ടേ? അതേ ഉള്ളൂ, അതേ ഉള്ളൂ. എന്നാ പിന്നെ സാറേ ഞാൻ ഒരു ചായ അവിടെ അല്ലേ, കുടിച്ചിട്ട് അവിടെ നിൽക്ക്. അല്ല, ഇപ്പൊ തീരും. അല്ല സാർ, അത് പരിപാടിക്ക് അവിടെ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ. ചെന്നെല്ലാം ബോക്സ് ഒക്കെ ഇറക്കണതിന് മുമ്പ് ഞങ്ങളെല്ലാം ഇറക്കാൻ കയറുമ്പോൾ ഒരു ചായ കുടിച്ചിട്ട് വരാം. പറയും ഞാൻ ചായ കുടിച്ചിട്ട് എനിക്ക് മനസ്സിലായി. പിന്നെ തിരിച്ചു വരുമ്പോ ചായ കുടിച്ചോളൂ തോന്നത്തില്ല. ആ ഇല്ല. അപ്പൊ അതെനിക്കറിയാം. ചായ കുടി അവിടെ നിന്ന് ചെന്നിരിക്കുക കട അതെനിക്കറിയാം. കാര്യം മനസ്സിലായി. സംഗതി എന്റെ ഒഫീഷ്യലായിട്ടുള്ള ആ. ഇപ്പൊ ബാങ്കും കാര്യങ്ങളും ഒക്കെ ഉള്ള SSS ഒക്കെ ജബ്ബാറ. ആ പക്ഷെ എന്റെ പേര് എനിക്ക് ആദ്യം ഇട്ട് ജാഫറ. ജാഫറ. ആദ്യം ജാഫർ എന്നായിട്ട്. ആ. അപ്പൊ പിന്നെ എങ്ങനെ ജബ്ബാർ എന്ന് പക്ഷെ തോന്നുന്നു? ഇപ്പോഴും ജാഫറ. ഈ ജബ്ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു കാടേരിയ നമ്മുടെ നാട്. കാടേരിയ. കാടേരിയ. ആ. ഇത് വനപ്രദേശം. അന്ന് അംഗൻവാടിയില്ല, അതുപോലെ തന്നെ ഇതില്ല, കളരിയുള്ളൂ. ആ കളരി ആശാത്തി, കളരി ആശാൻ. ആ അത് നമ്മൾ ഗാർഡിയൻ കൊണ്ട് തള്ള അപ്പനോ ആരെങ്കിലും കൊണ്ടുപോയി വിട്ട് കഴിഞ്ഞാൽ അവര് മണലിലെഴുതിച്ച് തിരിച്ച് വരുന്ന ആള് നിൽക്കണം. ആ അപ്പൊ അന്നത്തെ ഇത് വെച്ചിട്ടെന്ന് പറഞ്ഞാൽ പറമ്പിലും അവരൊക്കെ പണിയും ആ പണിയാനൊക്കെ പോകും. അതെ. അപ്പൊ ഈ ഏൽപ്പിക്കാൻ സ്ഥലമില്ല. ആ അപ്പൊ അങ്ങനെ തന്നെ 4 വയസ്സിൽ കൊണ്ട് ചേർത്ത്. ആ 4 വയസ്സ് കൊണ്ട് പള്ളിക്കൂടത്തിൽ ചേർത്തപ്പോൾ ഞാൻ എനിക്ക് 1.25 അടിയും കണ്ടുള്ളൂ എന്റെ ഒക്കെ. ആ ഒരു മാസം കഷ്ടി പള്ളിക്കൂടത്തിൽ പോയി. അവിടെ ഒരു ഭയങ്കര കണ്ടു കഴിഞ്ഞാൽ മ്യൂസിയമൊക്കെ ഇത്രയായിട്ട് എനിക്ക് അടുത്തിടെ ചേർത്തലിൽ വെച്ച് അങ്ങനെ മരണപ്പെട്ടു എന്നായി ഞാൻ അറിഞ്ഞ്. അപ്പം ഇദ്ദേഹം വന്നാൽ മതി. ബെല്ലില്ലാത്ത ഒരു സ്കൂളായിരുന്നു ഞങ്ങള്. ബെല്ല് വേണ്ട. ബെല്ലില്ല. ഇദ്ദേഹം വന്നാൽ ഒരു മരം നിപ്പുണ്ട്, ഞാവലിന്റെ കാട്ടിയാറ. അവിടെ വന്നിട്ട് ഒന്ന് കേടിക്കും. പിള്ളേര് എല്ലാം പള്ളിക്കൂടത്തിൽ കയറും. അത് കഴിഞ്ഞിട്ടാ ബെല്ലടി. ഈ ബെല്ല് വേണ്ട. ബെല്ല് വേണ്ട. അപ്പം അത് കഴിഞ്ഞിട്ട് ഇതിന് വേണ്ടിയിട്ട് ബെല്ലടിക്കും. ഇങ്ങനെ ഈ സാറ് പിരീഡിൽ വന്നു കഴിയുമ്പോഴത്തേക്കും എന്റെ പണിക്കൂട്ട് കഴിഞ്ഞു. പിന്നെ എന്നെ പറഞ്ഞ് വീട്ടിൽ വിടുക. എന്താ പരിപാടി? നമ്മള് കുരുത്തക്കെടുന്ന കാണിക്കും. കുരുത്തക്കേടല്ല കാണിക്കണേ. ആ ഇങ്ങനെ കാണുമ്പം ഞാൻ വേറെ രീതിയായി. പിന്നെ എന്നെ കുളിപ്പിച്ച് ഉറക്കി എടുക്കണം.